ഹായ് ഓൾ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. 2022 പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന സെഷനിലെ 7ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നമ്മൾ 6 എപ്പിസോഡുകളായിട്ട് ധാരാളം ടോപ്പിക്കുകൾ, ധാരാളം സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ 7ാമത്തെ എപ്പിസോഡിൽ സയൻസ് ആൻഡ് ടെക്നോളജിയും എൻവയോൺമെൻറ്റും എക്കണോമിയുമായി ബന്ധപ്പെട്ട ധാരാളം ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക, മറ്റുള്ള ആസ്പിറൻസിന് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ സ്പെസിഫിക് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു 7ാമത്തെ എപ്പിസോഡ് കാണുക. നമുക്ക് വിവിധ ടോപ്പിക്കുകളിലേക്ക് പോകാം. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ 6 എപ്പിസോഡുകൾ കഴിഞ്ഞിരുന്നു. സോ 7ാമത്തെ എപ്പിസോഡിലെ ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു സെഷനിൽ വളരെ സ്പെസിഫിക്കായിട്ട് പ്രിലിംസ് 2022 ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് ടോപ്പിക്കുകളിലേക്ക് കടക്കാം. സോ ഒന്നാമത്തെ ടോപ്പിക്ക് വേൾഡ് ഹെറിറ്റേജ് ഫോറസ്റ്റുകളെ കുറിച്ചാണ്. സോ വേൾഡ് ഹെറിറ്റേജ് ഫോറസ്റ്റ് കാർബൺ സിങ്ക് അണ്ടർ പ്രഷർ എന്നൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ആര് പബ്ലിഷ് ചെയ്തു? യുനെസ്കോ, വേൾഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വേൾഡ് ഹെറിറ്റേജ് ഫോറസ്റ്റ് റിപ്പോർട്ട് ബൈ യുനെസ്കോ, WRI ആൻഡ് IUCN ആയി ബന്ധപ്പെട്ട് സുന്ദർബൻസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡെൽറ്റയും മാംഗ്രൂവ് ഫോറസ്റ്റുമായിട്ടുള്ള സുന്ദർബൻസാണ് ഏറ്റവും കൂടുതൽ കാർബൺ സിങ്ക് ഉള്ള ഫോറസ്റ്റുകളിൽ അല്ലെങ്കിൽ റീജിയൻസിൽ ആദ്യത്തെ 5 എണ്ണത്തിൽ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഗീവ്സ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അതായത് അത് ഓർത്ത് വെക്കണം. അപ്പോൾ അക്കോർഡിംഗ് ടു ദ വേൾഡ് ഹെറിറ്റേജ് റിപ്പോർട്ട് പ്രകാരം ഈ വേൾഡ് ഹെറിറ്റേജ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഈ കാർബൺ സിങ്കിൽ ആദ്യത്തെ 5 ഏറ്റവും കൂടുതൽ കാർബൺ സിങ്കിൽ ആദ്യത്തെ 5 ഫോറസ്റ്റുകളിൽ ഒന്ന് സുന്ദർബനാണ്. ഓക്കെ, ഒന്നെന്താണ്? സുന്ദർബനാണ് എന്നെന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താ വേൾഡ് ഹെറിറ്റേജ് ഫോറസ്റ്റ് എന്ന് പറയാൻ? ദേ ആർ മോസ്റ്റ് ബയോഡൈവേഴ്സിറ്റി റിച്ച് ഫോറസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഫോറസ്റ്റുകളെയാണ് നമ്മൾ വേൾഡ് ഹെറിറ്റേജ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി റിച്ച് ഫോറസ്റ്റുകളെ വിളിക്കുന്ന പേരാണെന്ത്? വേൾഡ് ഹെറിറ്റേജ് ഫോറസ്റ്റ്. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ദാറ്റ് ടോപ്പിക്. മൂവിങ് ഓൺ ടു ദ ഈ ഒരു പിക്ചർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുകളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സിസ്റ്റം എന്താണ് കൂടുതലായിട്ടും റീസെൻ്റ്ലി 2021 ധാരാളം ന്യൂസുകളിൽ വന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. സോ ഇതിനെ അറിയപ്പെടുന്ന പേര് സ്റ്റാർ ലേബലിംഗ് എന്നാണ്. സ്റ്റാർ ലേബലിംഗ്. ഓക്കെ, സോ സ്റ്റാർ ലേബലിംഗ് ആരാണ് ചെയ്യുന്നത്? സോ സ്റ്റാർ ലേബലിംഗ് ചെയ്യുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. അപ്പോൾ ഈ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, ഇന്ത്യയിലെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് സ്റ്റാർ ലേബലിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 5 സ്റ്റാർ വരെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എയിംസ് എന്താണ്, ഇത് എന്തിനൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത് എന്നൊക്കെ UPSC എന്ത് ചെയ്യാം? റീസെൻ്റായിട്ട് ന്യൂസുകളിൽ വന്നതുകൊണ്ട് ഇതിൽ നിന്ന് ചോദ്യം വരാം. ഓക്കെ, സോ ടു ഇൻഫോം ചോയ്സസ് ആണ് ഒന്നാമത്തെ ലക്ഷ്യം. ടു ഇൻഫോം ചോയ്സസ്, ജനങ്ങൾക്ക് എത്ര സ്റ്റാറുള്ള ഉപകരണങ്ങൾ വാങ്ങാം എന്നതാണ്. 2, ഈ സ്റ്റാറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി. എനർജി എഫിഷ്യൻസി എത്രത്തോളം ഉള്ള ഒരു ഉപകരണമാണ് ഈ സംഗതി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനർജി എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, ഇലക്ട്രിസിറ്റി എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട്, പവർ സേവിങ് എത്രത്തോളം സാധ്യമാണ് എന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സ്റ്റാർ ബേസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏതൊക്കെ പ്രോഡക്റ്റുകൾക്കാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത് എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ AC. ഓക്കെ, AC, ഫ്രിഡ്ജ്, മാൻഡേറ്ററി ഫോർ ട്രാൻസ്ഫോമർ, മാൻഡേറ്ററി ഫോർ TV, LED, ഇൻവേർട്ടർ, ഗെയ്സർ, ഡയറക്റ്റ് കൂളിംഗ് റെഫ്രിജറേറ്റർ,
DCR, direct cooling refrigerator, fluorescent lamps, okay, and floor standing AC. അപ്പോൾ ഇതിനൊക്കെ ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ എന്ത് മാനദണ്ഡമുണ്ട്? മാൻഡേറ്ററി മാനദണ്ഡമുണ്ട്. എന്തിനാണ്? സ്റ്റാർ ലേബലിംഗ് നടത്തിയിരിക്കണം, മാൻഡേറ്ററി ആണ്. AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ട്രാൻസ്ഫോമർ, TV, LED, ഇൻവെർട്ടർ, ഗെയ്സർ, ഡയറക്റ്റ് കൂളിംഗ് റെഫ്രിജറേറ്റർ, ഫ്ലൂറസെൻ്റ് ലാംപ്സ് ആൻഡ് ഫ്ലോർ സ്റ്റാൻഡിങ് AC. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാർ ലേബലിംഗ്. അപ്പോൾ സ്റ്റാർ ലേബലിംഗ് നടത്തുന്ന ഏജൻസിയുടെ പേര് ഓർത്ത് വെക്കണം. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്നാണ്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഗ്രീൻ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ്. അപ്പോൾ എന്താണ് ഗ്രീൻ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ് ബൈ IUCN? IUCNൻ്റെ ഗ്രീൻ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഗ്രീൻ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ് റെഫർ ബൈ IUCN or International Union for the Conservation of Nature and Natural Resources. It is a tool for assessing the recovery of species population and measuring the conservation success. അപ്പോൾ ഒരു സ്പീഷീസിൻ്റെ കൺസർവേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ കൺസർവേഷൻ മെത്തഡോളജി കൊണ്ട് ആ സ്പീഷീസ് ഇംപ്രൂവ് ആകുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ ആ സ്പീഷീസ് കൃത്യമായി ആ സ്പീഷീസ് എൻഡേഞ്ചേർഡിൽ നിന്നും വൾണറബിളിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്നും അതിന് അനുപാതികമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് അത് അതിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതാണ് ഗ്രീൻ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ്. സോ അതെന്താണ്? IUCNൻ്റെ ഒരു ടൂളാണ്. ഓക്കെ, ഇറ്റ്സ് എ ടൂൾ ഫോർ അസസിങ് റിക്കവറി ഓഫ് സ്പീഷീസ്. കണ്ടോ, റിക്കവറി മീൻസ് എന്താണ്? അവരുടെ പ്രോബ്ലത്തിൽ നിന്ന് അവർ റിക്കവറി ആകുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. റിക്കവറി ഓഫ് സ്പീഷീസ് പോപ്പുലേഷൻ ആൻഡ് മെഷറിംഗ് കൺസർവേഷൻ സക്സസ്. കൺസർവേഷൻ കൊണ്ട് എന്തെങ്കിലും സക്സസ് ഉണ്ടാവുന്നുണ്ടോ? ഇപ്പോൾ പ്രോജക്റ്റ് ടൈഗർ കൊണ്ട് എന്തെങ്കിലും സക്സസ് ഉണ്ടാവുന്നു ഇന്ത്യയിൽ മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോജക്റ്റ് ലയൺ കൊണ്ട് എന്തെങ്കിലും സക്സസ് ഉണ്ടോ എന്ന് IUCN മെഷർ ചെയ്യുന്നു. അതെന്താണ്? ഗ്രീൻ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസിനകത്ത് വരുന്നതാണ്. സ്പീഷീസ് സർവീസ് കമ്മീഷൻ എന്ന IUCNൻ്റെ ബ്രാഞ്ചാണ് ഇത് നടത്തുന്നത്. സ്പീഷീസ് സർവീസ് കമ്മീഷൻ. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രീൻ സ്കോർ കൊടുക്കും. 0 to 100% വരെയുള്ള ഗ്രീൻ സ്കോറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീഷീസുകളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്യാറുണ്ട്? IUCN വിലയിരുത്താറുണ്ട്. അപ്പം ഈ സ്പീഷീസുകളെ കൺസേർവ് ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നത് മൂലം അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള IUCNൻ്റെ ഒരു ടൂളിനെയാണ് നമ്മൾ ഗ്രീൻ സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വാസ് അബൌട്ട് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്. അപ്പോൾ IUCNൻ്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടത് എൻവയോൺമെൻറ്റൽ ബേസിസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. IUCNൻ്റെ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് വളരെ പ്രാധാന്യമുള്ള ന്യൂസിൽ വന്ന ഒരു ന്യൂസാണ്, ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സോ ഇറ്റ് വാസ് ഹെൽഡ് ഫസ്റ്റ് ഇൻ ഫ്രാൻസ്. ആദ്യമായിട്ട് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് വരുന്നത് ഫ്രാൻസിൽ 1948. ഓക്കെ, സോ ഇറ്റ് ടു ക്രിട്ടിക്കൽ പോളിസി ഡിസിഷൻസ് ടു അഡ്രസ് കൺസർവേഷൻ പ്രയോറിറ്റീസ് ഇൻക്ലൂഡിങ് ഓൺഗോയിങ് ബയോഡൈവേഴ്സിറ്റി ക്രൈസിസ്. അപ്പോൾ കൃത്യമായിട്ട് സ്പീഷീസുകളെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ക്രിട്ടിക്കൽ പോളിസി ഡിസിഷൻസ്, ഓക്കെ, ക്രിട്ടിക്കൽ പോളിസി ഡിസിഷൻസ് എടുക്കുന്നതിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതാണ് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്. ഓക്കെ, ആൻഡ് ആൾസോ ഡീലിംഗ് വിത്ത് ദ ഓൺഗോയിങ് ബയോഡൈവേഴ്സിറ്റി ക്രൈസിസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ക്രൈസിസിനെ കുറിച്ചും അത് എന്ത് ചെയ്യാറുണ്ട്? ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഹെൽഡ് അണ്ടർ IUCN ഓൺ എവരി 4 years. ഓരോ 4 വർഷം കൂടുമ്പോഴും IUCNൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാറുണ്ട്? വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു IUCNൻ്റെ നേതൃത്വത്തിലുള്ള ഈ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ടു സെക്യൂർ റെക്കഗ്നൈസേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ കളക്റ്റീവ് ഇൻഡിജിനിയസ് റൈറ്റ്സ് ആൻഡ് ഗവർണൻസ് ഓഫ് ലാൻഡ്സ്, ടെറിട്ടറീസ്, വാട്ടർ, കോസ്റ്റൽ ഏരിയ, കോസ്റ്റൽ സീസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഈ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന governance of lands, territories, governance of waters, governance of coastal seas and natural resourcesനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ എവിടെയൊക്കെയാണോ സ്പീഷീസുകളെ അല്ലെങ്കിൽ നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ആ ഓരോ ഏരിയാസും, ലാൻഡ് ആവട്ടെ, ടെറിട്ടറീസ് ആവട്ടെ, വാട്ടർ ആകട്ടെ, കോസ്റ്റൽ സീസ് ആവട്ടെ, നാച്ചുറൽ വെജിറ്റേഷൻ ആവട്ടെ, അത് ഈ റീജിയൻസിനെല്ലാം റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട, ഇറ്റ് ഈസ് എ വെരി important agenda, mainly
IUCN റെഡ് ലിസ്റ്റ്. അപ്പോൾ IUCNൻ്റെ റെഡ് ലിസ്റ്റ് അറിയാം നമുക്ക് അല്ലേ. IUCNൻ്റെ റെഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. സോ ദ മേജർ ഫംഗ്ഷൻ ഓഫ് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് ഈസ് അപ്ഡേറ്റിംഗ് IUCN റെഡ് ലിസ്റ്റ്. IUCN റെഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത് ഫണ്ടഡ് സസ്റ്റൈനബിൾ ടൂറിസം ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഇതൊരു അടുത്തൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് സസ്റ്റൈനബിൾ ടൂറിസം ഇനിഷ്യേറ്റീവ്. It was funded by Germany and includes partners such as UNESCO and WWF. ഇപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസം ഇനിഷ്യേറ്റീവ് ജർമ്മനി ഉണ്ട് അതിനകത്ത്, യുനെസ്കോ ഉണ്ട് അതിനകത്ത്, പിന്നീട് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് കൊണ്ടുവന്ന സംഗതിയാണത് വേൾഡ് ടൂറിസം ഇനിഷ്യേറ്റീവ് ബൈ ജർമ്മനി, യുനെസ്കോ ആൻഡ് WWF. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ബഹ്ലർ ടർട്ടിൽ അവാർഡ്. വൈ ഇന്ത്യ ഈസ് റിലേറ്റഡ് വിത്ത് ദിസ് ബഹ്ലർ ടർട്ടിൽ കൺസർവേഷൻ അവാർഡ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ബയോളജിസ്റ്റ് വിൻസ് ഗ്ലോബൽ അവാർഡ് ഇൻ ടർട്ടിൽ കൺസർവേഷൻ. നൗ ഡോക്ടർ ശൈലേന്ദ്ര സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ ഡോക്ടർ ശൈലേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ 2021 വേൾഡ് ബഹ്ലർ ടർട്ടിൽ കൺസർവേഷൻ അവാർഡ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിക്ചർ നമുക്കിവിടെ കാണാം. അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ദ കൺസർവേഷൻ ഓഫ് റെഡ് ക്രൗണ്ട് റൂഫ്ഡ് ടർട്ടിൽ. അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്ത, അദ്ദേഹം ഏത് ടൈപ്പ് ഓഫ് ടർട്ടിലിനെയാണ് പ്രൊട്ടക്ട് ചെയ്തതെന്ന് ഓർക്കണം. റെഡ് ക്രൗണ്ട് റൂഫ്ഡ് ടർട്ടിൽ. അതുപോലെ നോർത്തേൺ റിവർ ടീപ്പിൻ. ഓക്കെ, അതുപോലെ ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട അദ്ദേഹം കൺസിഡർ ചെയ്ത ടർട്ടിലിൻ്റെ പേരുകൾ ഓർത്ത് വെക്കുക. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു റെഡ് ക്രൗണ്ട് റൂഫ്ഡ് ടർട്ടിൽ, 2 നോർത്തേൺ റിവർ ടീപ്പിൻ ആൻഡ് 3 ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. അപ്പോൾ ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട ടർട്ടിലുകളെ കൺസർവ് ചെയ്തതിനാണ് ഡോക്ടർ ശൈലേന്ദ്ര സിംഗ്, പേര് മറന്നു പോകരുത്, ഡോക്ടർ ശൈലേന്ദ്ര സിംഗിന് ബഹ്ലർ ടർട്ടിൽ കൺസർവേഷൻ അവാർഡ് ലഭിച്ചത്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്, അതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, 3 പ്രധാനപ്പെട്ട ടർട്ടിലിനെ അദ്ദേഹം കൺസർവ് ചെയ്തു. റെഡ് ക്രൗണ്ട് റൂഫ്ഡ് ടർട്ടിൽ, നോർത്തേൺ റിവർ ടീപ്പിൻ, ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ വെബ് ടെലസ്കോപ്പ്. സോ ദ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ESA, NASA and Canadian Space Agency, these 3 have launched a James Webb Telescope. സോ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് ഈ ഇടയ്ക്ക് വെച്ച് വലിയൊരു റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. സോ ഇറ്റ് ഈസ് എ സക്സസർ ഓഫ് ദ ഹബിൾ ടെലസ്കോപ്പ്. ഇതിനു മുമ്പ് പാസ്റ്റ് യൂണിവേഴ്സൽ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കാനുണ്ടായിരുന്ന ടെലസ്കോപ്പിൻ്റെ പേര് ഹബിൾ എന്നാണ്. ആ ഹബിളിൻ്റെ സക്സസർ ആണ് ആര്, ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ഹബിളിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ എന്തിനാണ് ഇത് ലോഞ്ച് ചെയ്തത്? ഫോർ സ്റ്റഡിയിങ് ദ ഗാലക്സീസ്. പഴയ ഗാലക്സികളെ കുറിച്ച് അല്ലെങ്കിൽ എർലി യൂണിവേഴ്സിനെ കുറിച്ച്, ഗാലക്സികളെ കുറിച്ച്, യൂണിവേഴ്സിൻ്റെ ഒറിജിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ജെയിംസ് വെബ് എന്ന ടെലസ്കോപ്പ് ഇവരെന്ത് ചെയ്യുന്നു, ലോഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ ഇൻഫ്രാറെഡ് ടെലസ്കോപ്പ്. ഇത് എന്ത് ടെലസ്കോപ്പാണ് ഓർത്ത് നോക്കണം. UPSC വിൽ ആസ്ക് സ്പെസിഫിക്കലി അബൌട്ട് ദാറ്റ് ടെലസ്കോപ്പ്. ഇൻഫ്രാറെഡ് ടെലസ്കോപ്പാണ്, IR ആണ്. ഓക്കെ, ഇറ്റ് ഹാസ് എ ഇൻഫ്രാറെഡ് ടെലസ്കോപ്പ്. ഇറ്റ് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 0.6 to 28.5 നാനോമീറ്റർ. ഓക്കെ, നാനോമീറ്റർ 0.6 to 28.5 ആണ് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വേവ് ലെങ്ത്. ഓക്കെ, ഇനി നോക്കുക ആരൊക്കെയായിരുന്നു എന്ന് ഓർത്ത് നോക്കണം. 3 പ്രധാനപ്പെട്ട സ്പേസ് ഏജൻസികളാണ് ഈ പറയുന്ന ജെയിംസ് വെബ് എന്ന ടെലസ്കോപ്പ് കൊണ്ടുവന്നത്. എന്താണ്, ഏതൊക്കെയാണ്? 1 യൂറോപ്യൻ സ്പേസ് ഏജൻസി, നാസ ആൻഡ് കനേഡിയൻ സ്പേസ് ഏജൻസി. ഓക്കെ, സോ എന്തിനാണ് ഈ IR അഥവാ ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിക്കുന്നത് ഈ ടെലസ്കോപ്പിൽ? ബിക്കോസ് ദേ ആർ നോട്ട് സ്കാറ്റേർഡ് ബൈ ഡസ്റ്റ് ആൻഡ് ക്ലൗഡ്സ്. ഇപ്പോൾ സ്കാറ്ററിങ് മൂലം ഇത് പോയില്ല. IRന് വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് ദേ ആർ നോട്ട് സ്കാറ്റേർഡ് ത്രൂ ഡസ്റ്റ്
ആൻഡ് ക്ലൗഡ്സ്. ഇപ്പോൾ ഡസ്റ്റോ ക്ലൗഡ്സിൻ്റെയോ ഒന്നും ആഘാതം കൊണ്ട് നശിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് സ്കാറ്റർ ചെയ്ത് പോവാത്തത് കൊണ്ടാണ് നമ്മൾ ഇൻഫ്രാറെഡ് റേസ് തന്നെയായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് ഓർക്കണം. ഓക്കെ, തോമസ് വെബ് എന്ന ടെലസ്കോപ്പ്, ജെയിംസ് വെബ് എന്ന ടെലസ്കോപ്പ് എവിടെ നിന്ന് ലോഞ്ച് ചെയ്തത്? ഫ്രം അരിയൻ 5. അരിയൻ 5 നിന്നാണ് ലോഞ്ച് ചെയ്തത്. അരിയൻ 5 ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള അരിയൻ 5 എന്ന ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അരിയൻ 5 നിന്നും ഇന്ത്യ ലോഞ്ച് ചെയ്ത 2 പ്രധാനപ്പെട്ട സാറ്റലൈറ്റുകൾ ഉണ്ടല്ലോ, IAS എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആൻഡ് GSAT അല്ലേ, GSAT 30. ഇത് ഈ 2 ഇന്ത്യ ലോഞ്ച് ചെയ്തത് അരിയൻ 5 നിന്നാണ്. അത് ഓർത്ത് നോക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഇന്ത്യയുടെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, IAS-ഉം GSAT 30. അരിയൻ 5 ഈസ് ഓൺ ദി ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് യൂറോപ്പ്. അരിയൻ 5 എവിടെയാണ്? യൂറോപ്പിൻ്റെ ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ഓക്കെ, ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ഓക്കെ, ബേസിക്കലി most of the launching stations are placed at the eastern coast. ഈസ്റ്റേൺ കോസ്റ്റിലാണ് പ്രധാനപ്പെട്ട ലോഞ്ചിങ് സ്റ്റേഷനെല്ലാം കാണപ്പെടുന്നത്. ഓക്കെ, ഇഫ് യു ആർ കൺസിഡറിങ് ഇന്ത്യ, വി ഹാവ് ശ്രീഹരിക്കോട്ട അല്ലേ, ശ്രീഹരിക്കോട്ട. ദ ന്യൂ ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ഇന്ത്യ കുലശേഖരപട്ടണം അല്ലേ, കുലശേഖരപട്ടണം ഉണ്ടല്ലോ നമ്മൾ പുതിയത്. ഇഫ് യു ആർ കൺസിഡറിങ് അമേരിക്കാസ് നാസയുടെ ലോഞ്ചിങ് സ്റ്റേഷൻ. ഇതെല്ലാം എവിടെയാണ്? ഈസ്റ്റേൺ കോസ്റ്റിലാണ്. ഈസ്റ്റേൺ കോസ്റ്റ്. ബിക്കോസ് എന്തുകൊണ്ട് ഈസ്റ്റേൺ കോസ്റ്റിൽ ഇത്തരത്തിലുള്ള ലോഞ്ചിങ് സ്റ്റേഷൻസ് വരുന്നു എന്നൊരു സ്റ്റാറ്റിക് പോർഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ബിക്കോസ് എർത്ത് റൊട്ടേറ്റിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, സോ ഈസ്റ്റേൺ കോസ്റ്റിലാകുമ്പോൾ ദ സാറ്റലൈറ്റ്സ് ഗെറ്റ് എൻ ഒരു ഇനിഷ്യൽ പുഷ് കിട്ടാൻ അതിനെ സഹായിക്കും. അതാണ് അത് ഈസ്റ്റേൺ കോസ്റ്റിൽ കൊണ്ടുപോകുന്നത്. കാരണം എർത്ത് വെസ്റ്റിൽ നിന്നും എന്ത് ചെയ്യുവാണ്? ഈസ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ, നമുക്കറിഞ്ഞൂടെ? ഈ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഇനിഷ്യൽ പുഷ് നമുക്ക് എന്ത് ചെയ്യാം? കിട്ടാം. അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സംഗതി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ തന്നെ, അതായത് വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈസ്റ്റേൺ കോസ്റ്റിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? മിക്ക ലോഞ്ചിങ് സ്റ്റേഷൻസും കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു സ്റ്റാറ്റിക് പോർഷനാണ്. വി ഹാവ് ടു സ്റ്റഡി ഓൾസോ സ്റ്റാറ്റിക് പോർഷൻ റിലേറ്റഡ് വിത്ത് ദ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഗതി നമ്മൾ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? റോൾ ഓഫ് ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ജെയിംസ് വെബ് ടെലസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ഓക്കെ, വാട്ട് ഈസ് ദ റോൾ? ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് അനാലിസിസ് ലൈറ്റ് ഫ്രം ഏർലി യൂണിവേഴ്സസ് ആൻഡ് ഗാലക്സീസ്. ഇപ്പോൾ ഏർലി യൂണിവേഴ്സിൽ നിന്നും ഏർലി ഗാലക്സിയിൽ നിന്നുള്ള ലൈറ്റ് വേവ്സ് കൃത്യമായിട്ട് ലൈറ്റ്സിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, ആൻഡ് സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിൻ്റെ ഒറിജിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടൈം മിഷൻ. ഓക്കെ, ഇതിന് മറ്റൊരു പേര് അറിയപ്പെടുന്നത് എന്താണ്? ടൈം മിഷൻ. പഴയ സമയങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, കാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അതുകൊണ്ട് ഇതിനെ ടൈം മിഷൻ എന്നും പറയുന്നു. നെക്സ്റ്റ് അബൌട്ട് ദ പ്ലേസ് ദറ്റ്, എവിടെയാണ് ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് പ്ലേസ് ചെയ്തത്? ഓക്കെ, വളരെ സ്പെസിഫിക് ആയിട്ട് UPSC ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക്കിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ലാഗ്റേഞ്ച് പോയിന്റ്. ഓക്കെ, ലാഗ്റേഞ്ച് പോയിന്റിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലാഗ്റേഞ്ച് പോയിന്റ് ഭൂമിയിൽ നോക്കാം, യൂണിവേഴ്സിൽ ഗാലക്സിയിൽ 5 ലാഗ്റേഞ്ച് പോയിന്റുകളാണത്. 5 LR പോയിന്റ്സുകളുണ്ട്. അപ്പോൾ എന്താ ലാഗ്റേഞ്ച് പോയിന്റ്? ഇറ്റ് ഈസ് എൻ ഇക്വിലിബ്രിയം പോയിന്റ് ഇൻ ദ ഔട്ടർ സ്പേസ് വെയർ ഗ്രാവിറ്റേഷൻ ഈസ് വെരി ലെസ്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അട്രാക്ഷൻ കുറവുള്ള ഒരു ഇക്വിലിബ്രിയം പോയിന്റിനെ, ഔട്ടർ സ്പേസിലെ ഒരു ഇക്വിലിബ്രിയം പോയിന്റിനെ അറിയപ്പെടുന്ന പേരാണെന്താ? ലാഗ്റേഞ്ച് പോയിന്റ്. അതിൽ ജെയിംസ് വെബ് L2 എന്ന ലാഗ്റേഞ്ച് പോയിന്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. L2. ഓക്കെ, L2. L1 എന്നൊരു ലാഗ്റേഞ്ച് പോയിന്റ് ഉണ്ട്. L1 എന്നൊരു ലാഗ്റേഞ്ച് പോയിന്റിൽ പ്ലേസ് ചെയ്യാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതിൻ്റെ പേര് ആദിത്യ SL1 എന്നാണ്. ആദിത്യ SL1. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സോളാർ മിഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ജെയിംസ് വെബ് എന്ന് നമ്മൾ പറഞ്ഞു? ടു സ്റ്റഡി ദ ലൈറ്റ് ഫ്രം ഏർലി യൂണിവേഴ്സസ് ആൻഡ് ഗാലക്സീസ് അല്ലേ. അതുപോലെ നമ്മൾ പറഞ്ഞു ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുക. ടൈം മിഷൻസ് ആയിട്ട് അത് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു.
Okay, and where it is placed at Lagrange point. That is, there are 5 Lagrange points in outer space or in galaxy. So ഇവിടെ Lagrange point എന്താണെന്ന് അറിയണം. It is the gravitational less equilibrium point in between Earth and Sun, and there is L2 Lagrange point 2-ലാണ് ജെയിംസ് വെബ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. L1 Lagrange point 1-ൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പ്ലേസ് ചെയ്യാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റിന്റെ പേര് ആദിത്യ SL1. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സോളാർ മിഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ചെയ്ത് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഹബിൾ ടെലസ്കോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന ജെയിംസ് വെബ് ടെലസ്കോപ്പിനേക്കാൾ മുമ്പ്, ഉണ്ടായിരുന്ന ടെലസ്കോപ്പാണ് ഏതാ, ഹബിൾ ടെലസ്കോപ്പ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഹബിൾ ടെലസ്കോപ്പ് വാസ് ഓൾസോ ലോഞ്ച്ഡ് ബൈ, ഓക്കെ, ഹബിൾ ടെലസ്കോപ്പ് വാസ് ഓൾസോ ലോഞ്ച്ഡ് ബൈ നാസ, ഈസ ആൻഡ് കനേഡിയൻ സ്പേസ് ഏജൻസി, അല്ലേ? ഇവർ 3 പേരും തന്നെയാണ്. സോ ഇറ്റ് ഈസ് ലോ എർത്ത് ഓർബിറ്റ് ആണ്. ഓക്കെ, ലിയോ മീൻസ് ലോ എർത്ത് ഓർബിറ്റ് ആയിരുന്നു. So it capturing UV rays and visible rays. UV raysum visible raysum ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ ലുക്കിംഗ് അറ്റ് ടോഡലർ ഗാലക്സീസ്, ഇവരുടെ ലക്ഷ്യം എന്താണ്? their role was looking on ടോഡലർ ഗാലക്സീസ്. ടോഡലർ ഗാലക്സീസ് ലുക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ടോഡലർ ഗാലക്സീസ്. ഓക്കെ, സോ ലുക്കിംഗ് ഓൺ ടോഡലർ ഗാലക്സീസ് ആൻഡ് പാർട്ട് ഓഫ് 3 ഒബ്സർവേഷൻസ്. ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് ആണ് ഹബിളുമായി ബന്ധപ്പെട്ടുള്ളത്. 3 ഒബ്സർവേഷൻസ്, ദാറ്റ് ഈസ് 1 ചന്ദ്ര എക്സ്റേ ഒബ്സർവ് ചെയ്യുക. 2 കോംപ്റ്റൺ ഗ്യാമാറേ ഒബ്സർവ് ചെയ്യുക. 3 സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ്. മൂന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ്. ഇറ്റ് ഈസ് മെയിൻലി ഫോർ ഇൻഫ്രാറെഡ് റേസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹബിൾ ടെലസ്കോപ്പിന് 3 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് കമ്പോണൻസ് ആണുള്ളത്. 1 ചന്ദ്ര എക്സ്റേ ഒബ്സർവേഷൻ, കോംപ്റ്റൺ ഗ്യാമ റേ ഒബ്സർവേഷൻ, സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ് ഫോർ ഇൻഫ്രാറെഡ് ഓർ IR. ഓക്കെ, സോ ഹിയർ ദാറ്റ്സ് ആൾ അബൌട്ട് ഹബിൾ ടെലസ്കോപ്പ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഹബിൾ ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ഇന്ത്യാസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. ഓക്കെ, ഇന്ത്യാസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എന്താണ്? അതിന് മുമ്പ് ഇന്ത്യാസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സാധനം നോക്കണം, ആസ്ട്രോസാറ്റ്. എന്താണ് ആസ്ട്രോസാറ്റ്? ഓക്കെ, സോ ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യാസ് മൾട്ടി വേവ് ലെങ്ത് ടെലസ്കോപ്പാണ്. ഇന്ത്യയുടെ മൾട്ടി വേവ് ലെങ്ത് ടെലസ്കോപ്പിനെ അറിയപ്പെടുന്ന പേരാണെന്ത്? ആസ്ട്രോസാറ്റ്. ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ISRO, TIFR ആൻഡ് PRL. ഇപ്പോൾ ആസ്ട്രോസാറ്റ് ബിൽഡപ്പ് ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ISRO, TIFR, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ആൻഡ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, PRL. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം, ഈ ഒരു സംഗതി ആസ്ട്രോസാറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ആസ്ട്രോസാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം, ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി, ഈ പത്രം ഹിന്ദുവിൽ നിന്നുള്ള ന്യൂസാണ്, ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. അപ്പോൾ ന്യൂസിൽ റീസെൻ്റ് ആയിട്ട് വരാറുണ്ട്, IAO, ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി, പ്രോമിസിംഗ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. സോ ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയർ ഹാൻലെ. എവിടെയാണ്? ഹാൻലെ ആണ്. ഹാൻലെ എവിടെയാണ്? ഹാൻലെ ഈസ് ഇൻ ലഡാക്ക്. ഓക്കെ, ലഡാക്കിലെ ലഹിലെ ഹാൻലെയിലാണ്. നിങ്ങൾക്ക് ന്യൂസിൽ കാണാം, IAO ഹാൻലെ. ഓക്കെ, വൺ ഓഫ് ദ വേൾഡ്സ് ഹയസ്റ്റ് ലൊക്കേറ്റഡ് സൈറ്റ്സ് ഫോർ ഒപ്റ്റിക്കൽ IR ആൻഡ് ഗാമ റേ ടെലസ്കോപ്പ്. അപ്പോൾ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ലൊക്കേറ്റഡ് ആണ് ഫോർ എന്തിനൊക്കെയാണ്? ഒപ്റ്റിക്കൽ റേസ്, ഓക്കെ, IR, ഇൻഫ്രാറെഡ് ആൻഡ് ഗാമ. ഓക്കെ, സോ ഓപ്പറേറ്റഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ബാംഗ്ലൂർ. ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്,
എവിടെയാണ് അത്? ബാംഗ്ലൂരാണ് അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ബാംഗ്ലൂർ. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 types of telescope. അപ്പോൾ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിനകത്ത് ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി IAO ഹാൻലെയിൽ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിൽ 3 പ്രധാനപ്പെട്ട ടെലസ്കോപ്പുകളുണ്ട്. ഒന്നാമത്തെ ടെലസ്കോപ്പിൻ്റെ പേര് ഗ്രോത്ത് ടെലസ്കോപ്പ് എന്നാണ്. ഗ്രോത്ത് ടെലസ്കോപ്പ്. 2 ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗാമാറേ ടെലസ്കോപ്പ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗാമാറേ ടെലസ്കോപ്പ്. 3 ഹിമാലയൻ ചന്ദ്ര എക്സ്റേ, ഹിമാലയൻ ചന്ദ്ര എക്സ്റേ, ഹിമാലയൻ ചന്ദ്ര എക്സ്റേ. അപ്പോൾ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട 3 important components അല്ലെങ്കിൽ 3 important telescope are associated with IAO ഹാൻലെ അഥവാ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഹാൻലെ. ദേ ആർ ഗ്രോത്ത് ടെലസ്കോപ്പ്, ഗാമാറേ ടെലസ്കോപ്പ്, ഹിമാലയൻ ചന്ദ്ര എക്സ്റേ, ഹിമാലയൻ ചന്ദ്ര എക്സ്റേ. അപ്പോൾ എന്താണ് ഗ്രോത്ത് ടെലസ്കോപ്പ്? നമുക്കത് നോക്കണം. ഗ്രോത്ത് ടെലസ്കോപ്പ് എന്താണ്? ഗ്രോത്ത് ടെലസ്കോപ്പ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു IAOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗ്രോത്ത് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ഗ്ലോബൽ റിലേ ആൻഡ് ഒബ്സർവേഷൻ ടു വാച്ച് ട്രാൻസിയൻറ്റ് ഹാബിറ്റ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗ്ലോബൽ റിലേ ആണ് ആൻഡ് ഒബ്സർവേഷൻ ടു വാച്ച് ട്രാൻസിയൻറ്റ് ഹാപ്പനിങ്സ്. ഇപ്പോൾ ട്രാൻസിയൻറ്റ് ഹാപ്പനിങ്സിനെ കുറിച്ച് ഗ്ലോബലി വാച്ച് ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് റോബോട്ടിക് ടെലസ്കോപ്പ്. ആദ്യത്തെ റോബോട്ടിക് ടെലസ്കോപ്പ് ആണ് എന്ത്? ഗ്രോത്ത് ടെലസ്കോപ്പ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് റോബോട്ടിക് ടെലസ്കോപ്പ് ആൻഡ് ഇനിഷ്യേറ്റീവ് ബൈ IIT ബോംബെ, IITയിലെ കുട്ടികൾ പ്ലസ് ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, IAI ഓർ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഗ്രോത്ത് ടെലസ്കോപ്പിൻ്റെ 2 പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് IIT ബോംബെയിലെയും ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരാണ്. ഓക്കെ, ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ സെർബ്. ആരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഫണ്ടിങ് എല്ലാം നടത്തുന്നത് ആരാണ്? ഗ്രോത്ത് ടെലസ്കോപ്പിന് വേണ്ടിയിട്ടുള്ളത് സെർബാണ്. സെർബ് മീൻസ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബോർഡ്. ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബോർഡ്. സോ ഇറ്റ് സ്റ്റഡീസ് സൂപ്പർനോവ. സൂപ്പർനോവയെ കുറിച്ച് പഠിക്കാറുണ്ട്. സൂപ്പർനോവ, നിയർ എർത്ത് ഓർബിറ്റ്സ്, നിയർ എർത്ത് ആസ്ട്രോയിഡ്സ്, നിയർ എർത്ത് ആസ്ട്രോയിഡ്സിനെ കുറിച്ച് പഠിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ആൻ ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ്. ഇത് എന്ത് പ്രോജക്റ്റ് ആണ്? ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയുടെ ഗ്രോത്ത് ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. ഗ്ലോബൽ റിലേ ആൻഡ് ഒബ്സർവേഷൻസ് ടു വാച്ച് ട്രാൻസിയൻറ്റ് ഹാപ്പനിങ്സ് ആണ് ഗ്രോത്ത് ടെലസ്കോപ്പ്. ഫസ്റ്റ് റോബോട്ടിക് ടെലസ്കോപ്പ് ആണ്. IIT ബോംബെയും ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ പാർട്ട്നേഴ്സ് ചേർന്നാണ് ഗ്രോത്ത് ടെലസ്കോപ്പ് ബിൽഡപ്പ് ചെയ്തത്. ആൻഡ് ഫണ്ടഡ് ബൈ ഓർ സപ്പോർട്ടഡ് ബൈ സെർബോർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബോർഡ് ആൻഡ് സ്റ്റഡി സൂപ്പർനോവ നിയർ എർത്ത് ആസ്ട്രോയിഡ്സ്. ഇറ്റ് ഈസ് എൻ ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ്. സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു നേരത്തെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബോർഡ്. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇത് എന്ത് ബോഡിയാ? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് സെർബ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്നവയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 2009 2009 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രൊമോട്ട് ബേസിക് റിസർച്ചസ് ഇൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. എന്താണ്? സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബേസിക് റിസർച്ച് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആൻഡ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സയൻറ്റിസ്റ്റ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾസോ. അപ്പോൾ ഇതിന് അടുത്തൊരു പ്രത്യേകത എന്താണ്? ഫണ്ടിങ് നടത്താറുണ്ട്. ആർക്കൊക്കെ ഫണ്ടിങ് കൊടുക്കാറുണ്ട്? റിസർച്ചേഴ്സിന്, അതുപോലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കൊടുക്കാറുണ്ട്. ചെയർഡ് ബൈ സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്. ഇപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പ്രസിഡന്റ് ഒന്നും അല്ല, പ്രൈം മിനിസ്റ്റർ ഒന്നും അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ചെയർമാൻ. ചെയർഡ് ബൈ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്. സയൻസ് ആൻഡ് ടെക്കിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും സെർബിൻ്റെ പ്രധാനപ്പെട്ട ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്കീമുണ്ട്. സെർബുമായി ബന്ധപ്പെട്ടൊരു സ്കീം കൂടി നമ്മൾ ഓർത്തു വെക്കാം. ആക്സിലറേറ്റ് വിഗ്യാൻ സ്കീം. ഓക്കെ, അപ്പോൾ ആക്സിലറേറ്റ് വിഗ്യാൻ സ്കീം എന്താണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓർത്തു വെക്കണം. ആക്സിലറേറ്റ് വിഗ്യാൻ സ്കീം. സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ സെർബ്. ആരാ ഇത് ലോഞ്ച് ചെയ്തത്? ദിസ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ സെർബ്. സെർബാണ് ഈ അല്ലെങ്കിൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡാണ് ഈ ഒരു ആക്സിലറേറ്റ് വിഗ്യാൻ സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ടു ഗിവ്
ത്രസ്റ്റ് ഓൺ എൻകറേജിങ് ഹൈ എൻഡ് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് പ്രിപ്പയറിംഗ് സയൻറ്റിഫിക് മാൻ പവർ. അപ്പോൾ ഹൈ എൻഡായിട്ട് സയൻറ്റിഫിക് റിസർച്ച് നടത്തുക, അതുപോലെ സയൻറ്റിഫിക് മാൻ പവർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിഗ് ഗ്യാൻ സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനകത്ത് തന്നെ വരുന്ന ഒരു അഡീഷണൽ സ്കീമാണ് സെർബ് പവർ സ്കീം എന്ന് പറയുന്നത്. സെർബ് പവർ സ്കീം. സോ എന്താണ് സെർബ് പവർ? ആക്സിലറേറ്റ് വിഗ്യാൻ സ്കീമിനകത്ത് തന്നെയുള്ള സെർബ് പവർ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊമോട്ടിങ് റിസർച്ചസ് ഓഫ് വുമൺസിൻ്റെ റിസർച്ചസ് പ്രൊമോട്ട് ചെയ്യുക. സയൻറ്റിഫിക് മേഖലകളിൽ വുമൺസിൻ്റെ സപ്പോർട്ട് ചെയ്ത് ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചുകളിലേക്ക് വുമൺസിനെ കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? സെർബ് പവറിൻ്റെ ലക്ഷ്യം. ടു എൻകറേജ് എമിനൻറ്റ് വുമൺ റിസർച്ചേഴ്സ്, നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്ന എമിനൻ്റ് ആയിട്ടുള്ള വുമൺസിനെ ഇതിലേക്ക് കൊണ്ടുവരിക, എമിനൻറ്റ് വുമൺ റിസർച്ചേഴ്സിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് എന്തിൻ്റെ ലക്ഷ്യമാണ്? സെർബ് പവർ എന്ന ലക്ഷ്യമാണ്. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. സോ യു ക്യാൻ സീ ഇൻ ദ പിക്ചർ അബൌട്ട് ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ടെലസ്കോപ്പ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ടതാണ് ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ്. ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ് ആണ്. സോ ഇറ്റ് ഈസ് ദ റിമോട്ട്ലി ഓപ്പറേറ്റഡ് യൂസിങ് ടെലസ്കോപ്പ്. ഇത് റിമോട്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെലസ്കോപ്പാണ്, റിമോട്ട്ലി യൂസ്ഡ് ടെലസ്കോപ്പ്. അപ്പോൾ ഇതെന്താണ്? റിമോട്ട്ലി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെലസ്കോപ്പാണ് ഇത് ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ്. ആൻഡ് it is a dedicated it is operated by using a dedicated satellite communication link. നമുക്കൊരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്കിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? സാറ്റലൈറ്റ് ലിങ്ക് കമ്മ്യൂണിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതെന്ത് ചെയ്യുന്നത്? സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്. സയൻസ് ആൻഡ് ടെക്കിൻ്റെ കീഴിൽ വരുന്ന സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഇത് എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് വാസ് മെയിൻറ്റൈൻഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ. മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏജൻസിയുടെ പേര് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് Astrophysics Bangalore. It is used to make observations on extrasolar planets. Plus extrasolar planets കുറിച്ചുള്ള observations നടത്തുക. And also look for comets and also look for asteroids. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ആസ്ട്രോയിഡ്സിനെയൊക്കെ എന്ത് ചെയ്യുക? ലുക്ക് ഓൺ ചെയ്യുക. ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് റിമോട്ട്ലി യൂസ് ചെയ്യാൻ കഴിയും, സാറ്റലൈറ്റ് ലിങ്ക് കമ്മ്യൂണിക്കേഷൻ മതി, സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക് ആണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇറ്റ് വാസ് ആൾസോ ഇൻ കോപ്പറേഷൻ വിത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരു ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ എക്സ്പ്ലോറിംഗ് പ്ലാനറ്റ്സ്, കോമറ്റ്സ് ആൻഡ് ആസ്ട്രോയിഡ്സ്. ഓക്കെ, സോ ദർ ഇസ് അനദർ തിങ് ദാറ്റ് ഈസ് ഏരീസ് ടെലസ്കോപ്പ്. അടുത്തൊരു ടെലസ്കോപ്പിൻ്റെ പേര് കൂടി നമ്മൾ ഓർത്ത് നോക്കണം, ഏരീസ് ടെലസ്കോപ്പ്. ഇറ്റ് ഈസ് അറ്റ് നൈനിറ്റാൾ. നമ്മൾ സ്ഥലത്ത് മാറി, നേരത്തെ പറഞ്ഞു വന്ന എല്ലാം ലഡാക്കിൽ ലേഹിലുള്ള ഹാൻലേയിലുള്ളതായിരുന്നു. നമ്മൾ സ്ഥലം മാറി ഏരീസ് ടെലസ്കോപ്പ് നൈനിറ്റാളാണ്. എവിടെയാണ്? നൈനിറ്റാൾ. ഇറ്റ് ഈസ് എൻ ഇനിഷ്യേറ്റീവ് ഓഫ് ഇന്ത്യ ആൻഡ് ബെൽജിയം. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ കൂടി ഇവിടെ വരുന്നുണ്ട്. എന്താണ്? ഏരീസ് ടെലസ്കോപ്പ് ബൈ ഇന്ത്യ ആൻഡ് ബെൽജിയം. ഇപ്പോൾ ഏരീസ് ടെലസ്കോപ്പ് ആരെയൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ബെൽജിയത്തിൻ്റെയും ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള സംഗതിയാണെന്ത്? ഏരീസ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഏരീസ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷൻ. ഇത് ഹെൽഡ് ഓൺ ചെയ്യുന്നത്, ഓക്കെ, ഇത് ആരുടെ കയ്യിലാണ് അല്ലെങ്കിൽ ആരാണത് ഹെൽഡ് ഓൺ ചെയ്യുന്നത്? ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേറ്ററി സയൻസ് ആണിത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേറ്ററി സയൻസ്. ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേറ്ററി സയൻസ് ആണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏഷ്യാസ് ലാർജസ്റ്റ് ടെലസ്കോപ്പാണ് കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ടെലസ്കോപ്പാണ് ഏരീസ് ടെലസ്കോപ്പ്. 3.6 മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അതായത് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏഷ്യാസ് ലാർജസ്റ്റ് ടെലസ്കോപ്പ്, ഏഷ്യയിലെ ഏറ്റവും വലുതാണ്. ഏഷ്യാസ് ലാർജസ്റ്റ് ടെലസ്കോപ്പാണ് ഏരീസ്. ഇന്ത്യ ആൻഡ് ബെൽജിയം ആണ് കേട്ടോ. ഇന്ത്യ ആൻഡ് ബെൽജിയം ആണെന്ന് നോക്കാം. ഹോൾഡ് ചെയ്യുന്നവരാണ് ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേറ്ററി സയൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു കുറച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കുറച്ച് സ്കീമുകൾ കൂടി നമുക്ക് പരിചയപ്പെടണം. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമുകളൊക്കെ ധാരാളമായിട്ട് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സോ കപില സ്കീം എന്താണെന്ന് നോക്കാം.
കപില സ്കീം ഓഫൺ ഇൻ ന്യൂസ്. ഏറ്റവും പ്രധാനമായിട്ട് ന്യൂസുകളിൽ വന്നവരാണ് കപില സ്കീം ഓഫൺ ഇൻ ന്യൂസ്. ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ചില സ്കീമുകൾ പഠിക്കുമ്പോൾ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് ഓരോന്നും വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ കപില സ്കീം ആര് കൊണ്ടുവരുന്നതാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ലോഞ്ച്ഡ് എ ക്യാമ്പയിൻ നേഡ് കലാം പ്രോഗ്രാം ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആൻഡ് അവയർനെസ് ക്യാമ്പയിൻ. ഓക്കെ, കപിലയുടെ ഫുൾ ഫോം എന്താ? കപില പ്രോഗ്രാം ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആൻഡ് അവയർനെസ് ക്യാമ്പയിൻ on 5th October 2020 to increase awareness regarding protection and exploitation of intellectual property. Okay, intellectual property IP അറിയാലോ, for the new ideas, innovations and for brain making. അതിന് വേണ്ടിയിട്ടാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കൊടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ ന്യൂ ഇന്നോവേഷൻസിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കപില എന്ന് പറയുന്ന സ്കീം എന്താണ്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. കലാം പ്രോഗ്രാം ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആൻഡ് അവയർനെസ് ക്യാമ്പയിൻ 15th August 2020 വന്നു. എന്താണ്? ടു ഇൻക്രീസ് അവയർനെസ് റിഗാർഡിംഗ് ടു ദ പ്രൊട്ടക്ഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി and also provide funding support in order to promote filing of the intellectual property in higher education institutions. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കൂടി ആര് കൊടുക്കും? ഗവൺമെൻറ് കൊടുക്കും. ഇറ്റ് ഇസ് ആൾസോ ഡിസൈഡ് ടു സെലിബ്രേറ്റ് വീക്ക് ഓഫ് October 15th to 23rd Intellectual Property Literacy Week. This institute, the Institution Innovation Council, was established under Military Ministry of Education 2018. Innovation Council എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് 2018 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ കപില എന്ന സ്കീം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് നടപ്പാക്കുന്നതെന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് നോക്കാം, പ്രശാസൻ ഗാവോൻ കി ഔർ. എന്താണ് ഈ പ്രശാസൻ ഗാവോൻ കി ഔർ പ്രോഗ്രാം? ഇറ്റ് വാസ് ബൈ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് ആൾസോ ലോഞ്ച്ഡ്. പ്രശാസൻ ഗാവോൻ കി ഔർ, എ നാഷൻ വൈഡ് ക്യാമ്പയിൻ ഫോർ റീഅഡ്രസൽ ഓഫ് പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് ഇംപ്രൂവിംഗ് സർവീസ് ഡെലിവറി. കണ്ടോ, സർവീസ് ഡെലിവറി മെക്കാനിസം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി കൊണ്ടുവന്നത്. പ്രശാസൻ ഗാവോൻ കി ഓർ ക്യാമ്പയിൻ വിൽ ക്രിയേറ്റ് എ നാഷണൽ മൂവ്മെൻറ്റ് ഫോർ ഗുഡ് ഗവേണൻസ് ആൻഡ് മോട്ടിവേറ്റ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സർവീസ് ഡിലേ ഇല്ലാതെ കൃത്യമായിട്ട് സർവീസ് ലഭിക്കുക എന്നുള്ളതാണ് പ്രശാസൻ ഗാവോൻ കി ഓറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദിസ്, അണ്ടർ ദിസ് ക്യാമ്പയിൻ district collectors during this week-long event will visit Tahsil or Panchayat Samiti headquarters to provide timely grievance addressal and improve service delivery. അപ്പോൾ കൃത്യമായിട്ട് ഓഫീസുകളിൽ നിന്നും ജനങ്ങൾക്ക് റൈറ്റ് ടു സർവീസ് കിട്ടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? ജില്ലാ കളക്ടർമാർ, ഡിസ്ട്രിക്ട് കളക്ടർമാർ ഓരോ വീക്കെൻഡിലോ വീക്ക് ലോങ്ങിലോ എന്ത് ചെയ്യുക? തഹസിൽ താലൂക്കിലോ പഞ്ചായത്ത് സമിതിയിലോ പോയിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. National Good Governance Day is observed annually on December 25th, the birthday of former Prime Minister Atal Bihari Vajpayee. It's National Good Governance Day, December 25. Okay, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. Okay, so moving on to ATMA scheme or ATMA scheme. So in the ATMA scheme, it is a centrally sponsored scheme supported to state extension programs for extension reforms. അപ്പോൾ റിഫോംസ് കൊണ്ടുവരിക, ലാൻഡ് ഏരിയാസിൽ ലാൻഡ് റിഫോംസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ടൈപ്പ് ഓഫ് സ്കീമാണ് ആത്മാ സ്കീം. സോ അണ്ടർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ സിൻസ് 2005 ഫോർ പ്രൊമോട്ടിംഗ് ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഫാമർ ഫ്രണ്ട്ലി എക്സ്റ്റൻഷൻ സിസ്റ്റം ഇൻ ദ കൺട്രി. ഫാമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിഫോർമേഷൻ സ്കീമുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ആത്മാ സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആത്മാ സ്കീം കൊണ്ടുവരുന്നത് ഏത് ഏജൻസിയാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ and farmers welfare. Okay, farmers welfare. 691 districts of 28 states and 5 union territories are covered under this scheme. 691 ജില്ലകളിൽ നടപ്പാക്കി, 28 സ്റ്റേറ്റുകളാണ്. ഓക്കെ, 5 യൂണിയൻ ടെറിട്ടറികളിൽ ഈ ആത്മാ സ്കീം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അണ്ടർ ദി സ്കീം ഗ്രാൻഡ് ഇൻ എയ്ഡ് ഈസ് റിലീസ്ഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വിത്ത് an objective to support state government's efforts to make available the latest agricultural technologies and good agricultural practices in different thematic areas of agriculture. അപ്പോൾ ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള തീമാറ്റിക്, ഓരോ ടോപ്പോഗ്രഫിയിലും അല്ലെങ്കിൽ ഓരോ ക്ലൈമറ്റിലും കൾട്ടിവേറ്റ് ചെയ്തത് വ്യത്യസ്ത ക്രോപ്പുകളായിരിക്കും. അവിടേക്ക് കർഷകർക്ക് എന്ത് ചെയ്യുക? സപ്പോർട്ടിങ് വിത്ത് അഗ്രികൾച്ചറൽ ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്ത് കൊടുക്കും?
ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ അഗ്രികൾച്ചർ ആൻഡ് allied areas to farmers through extension activities. So farmers training, demonstrations, exposure visits, കിസാൻ മേള, മൊബിലൈസേഷൻ ഓഫ് ഫാമർ ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഫാം സ്കൂൾസ്, ഇതൊക്കെ ആത്മാ സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ ആത്മാ സ്കീം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നടപ്പാക്കുന്നത്. എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക, ഫാമേഴ്സ് ട്രെയിനിങ്, demonstrations, exposure visits, കിസാൻ മേള, mobilization of farmers and farmers groups and organizing farm schools. Okay. Next was ഇഷാൻ ഉദയ് സ്കോളർഷിപ്പ് സ്കീം. അപ്പോൾ ഇതിൽ ഡൗട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ക്ലിയർ ചെയ്ത് പോകാൻ പോകുന്നത്. ഇഷാൻ ഉദയ് സ്കോളർഷിപ്പ് സ്കീം ഈസ് ബൈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഇംപ്ലിമെന്റ്സ് ഇഷാൻ ഉദയ് സ്കീം. അപ്പോൾ ഇഷാൻ ഉദയ് സ്കീം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് റോങ് ആണ്. എന്താണ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ തന്നെ ഉണ്ടാവും. ഇംപ്ലിമെന്റ്സ് വരുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് വേണം സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ. സ്പെഷ്യൽ സ്കോളർഷിപ്സ് സ്കീം ഫോർ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണിത്. അതിപ്പോൾ ഇഷാൻ ഉദയ് സ്കീം എന്ന് പറയുമ്പോൾ പ്രൊമോട്ടിങ് സ്കീം ഫോർ മൈനോറിറ്റീസ് എന്നോ അല്ലെങ്കിൽ പ്രൊമോട്ടിങ് സ്കീം ഫോർ SC/ST കാറ്റഗറീസ് എന്നോ ഒക്കെ വരാം. അതൊന്നും അല്ല. ഇഷാൻ ഉദയ് സ്കോളർഷിപ്പ് സ്കീം ഈസ് മെയിൻലി ഫോർ ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ to promote higher education in the northeastern region by providing financial assistance to students of this region. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കീമാണ് ഇഷാൻ ഉദയ് സ്കീം. The selection year was 2017 to 18 onwards. അവിടെ മുതലാണ് 2017-18 മുതൽ. The scheme has been onboarded as National Scholarship Portal, Ministry of Electronics and Information Technology. കണ്ടോ, ഇത് ഏത് സ്കീം ഓൺബോർഡ് ചെയ്യുന്നത് ആരാണ്? നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലാണ്. NSP, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലാണ്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അണ്ടർ വിച്ച് മിനിസ്ട്രി? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. വൺ സ്റ്റെപ്പ് സൊല്യൂഷൻ എന്നാണ്. വൺ സ്റ്റെപ്പ് സൊല്യൂഷൻ ഫോർ students can apply various scholarship schemes offered by central and state governments. A scholarship amount is dispersed directly into the bank account of the students through direct benefit transfer. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എന്ത് ചെയ്യുക, ഇഷാൻ ഉദയ് സ്കീം ട്രാൻസ്ഫർ ചെയ്യുക. And next was about some important topics related to prelims. First was adult ranking of institutions innovation. Adult ranking of institutions on innovation. പുതിയ ഇന്നോവേഷൻ സ്ട്രാറ്റജി പ്രകാരം അഡൽട്ട് റാങ്കിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ഇന്നോവേഷൻ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്കീം തയ്യാറാക്കുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇറ്റ്സ് എൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് അഡൽട്ട് റാങ്കിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്നോവേഷൻ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആണെന്നൊക്കെ തോന്നും. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇറ്റ് വാസ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സിസ്റ്റമാറ്റിക്കലി റാങ്ക് ആൾ മേജർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ഇൻഡിക്കേറ്റഡ് റിലേറ്റഡ് ടു ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് among സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റീസ്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെയും ഫാക്കൽറ്റീസിൻ്റെയും ഇടയിൽ ഈ ഉള്ള കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തൊക്കെ ഇന്നോവേഷൻ വരുന്നുണ്ടോ, സ്റ്റാർട്ടപ്പുകൾ കൃത്യമായിട്ട് വരുന്നുണ്ടോ, ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അവാർഡ് കൊടുക്കുക. ARIA, Adult Ranking in Institution, evaluate institutions on parameters like patent filing, granted number of registered students and faculty, startups funded generation by incubated startups, specialized infrastructure created by institutions to promote innovation and entrepreneurship. അപ്പോൾ ഇങ്ങനെ ഓണ്ടർപ്രണർഷിപ്പുകൾ അഥവാ ഇന്നോവേഷൻസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, സ്റ്റാർട്ടപ്പുകൾ കൃത്യമായിട്ട് വരുന്നുണ്ടോ, പേറ്റൻസിന് വേണ്ടി പുതുതായിട്ട് ഫയൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. Next is about Ministry of Jal Shakti and Ministry of Housing and Urban Affairs jointly launched a River Cities Alliance. So this is important. River City Alliance is very important. രണ്ട് മിനിസ്ട്രീസ് ചേർന്നുകൊണ്ടാണ് റിവർ സിറ്റി അലയൻസ് നടപ്പാക്കുന്നത്. മിനിസ്ട്രി ഓഫ് ജൽ ശക്തി, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ജൽ ശക്തി നോക്കാം, മിനിസ്ട്രി ഓഫ് ജൽ ശക്തി ആൻഡ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. River Cities Alliance, a dedicated platform for river cities in India to discuss and exchange information on aspects that vital sustainable management of urban rivers. Urban rivers-ന്റെ sustainable മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു program. The participating cities of River Cities Alliance are Dehradun, Haridwar, Rishikesh, Srinagar, Begusarai, Bhagalpur, Mungir, Patna, Berhampur, Hooghly, Chinchura, Howrah, Jangipur, Maheshwara, Rajmahal, Sahibganj, Ayodhya, Beinur, Farrukhabad, Kanpur, Madhura Vrindavan, Mirzapur, Prayagraj, Varanasi.
and also about Aurangabad, Chennai, Bhubaneswar, Hyderabad, Pune, Udaipur and Vijayawada. You don't want to mug up all these things, just read it 3 times. Okay, next was about some another thing was Bharat Gaurav scheme. So what is Bharat Gaurav scheme? It is to tap the huge potential of tourism. The railway recently launched Bharat Gaurav scheme, theme based tourist circuit lines on Ramayana, lines of the Ramayana Express. You can either private or state owned operators. This statement is important. Run private or state owned operators in run ചെയ്യാം. Ramayana Express ആണ് ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ് ഭാരത് ഗൗരവ് എക്സ്പ്രസ്. നെക്സ്റ്റ് വാസ് മിനിസ്ട്രി ഓഫ് റൂറൽ എംപ്ലോയ്മെന്റ് ഹാസ് ഡെവലപ്ഡ് സോഷ്യൽ ഓഡിറ്റ് അസസ്മെന്റ് ഇൻഡെക്സ്. സോ സോഷ്യൽ ഓഡിറ്റ് അസസ്മെന്റ് ഇൻഡെക്സ് ആരാണ്? റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സോഷ്യൽ ഓഡിറ്റ് അസസ്മെന്റ് ഇൻഡെക്സ്. Okay, and then to guide, to identify the different issues which need to be corrected. Okay, social auditing is a monitoring tool that empowers citizens to keep a track of utilization of funds, but most importantly gauge the effectiveness of a scheme by looking at its impact, whether the scheme has been beneficial for its target audience and allows an organization. അപ്പോൾ ജനങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ഫണ്ടൊക്കെ വരുന്നത് കൃത്യമായിട്ട് തന്നെയാണോ ചിലവാക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ ഓഡിറ്റിൻ്റെ ലക്ഷ്യം. അത് കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഹാസ് notified 3 governance mechanisms to antimicrobial resistance. So നമ്മൾ കൊറോണ കാലഘട്ടത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. സോ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നോട്ടിഫൈഡ് 3 ഗവർണൻസ് മെക്കാനിസംസ്, 3 ഗവർണൻസ് മെക്കാനിസംസ് കൊണ്ടുവന്നു. എന്തിനാണ്? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വാസ് it consists of an intersectoral coordination committee, consists of technical advisory group, core working group, and a core working group are drafted as national action plan on antimicrobial resistance. അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കാം. ആൻഡ് recognizing need for strength of cyber security, Ministry of Electronics and Information Technology launched Cyber Surakshit Bharat Initiative in association with National E-Governance Division and Industry. ഇപ്പോൾ Cyber Surakshit Bharat Initiative was launched by Ministry of Electronics and Information Technology. So that's all about today's topics. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അവസാനം ഡിസ്കസ് ചെയ്തത് കൂടുതലും സ്കീമുകളെ കുറിച്ചായിരുന്നു. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേ. വി ആർ വൈൻഡിങ് അപ്പ്. താങ്ക് യു.